നിലവിൽ ലോക്കൽ പോലീസ് അടക്കം നിലവിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കേരളത്തിലും ഒട്ടാകെ ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് വിവരമറിയുന്നത്. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഗോവിന്ദച്ചാമി സെല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള ആദ്യ തെളിവായിട്ട് പുറത്തുവരുന്നത്. രാത്രിയാവാൻ ജയിൽ കടന്നതെന്നാണ് ചാടിയതെന്നാണ് നിലവിൽ അധികൃതർ വിലയിരുത്തുന്നത്. ഏകദേശം 1:15 അയാൾ ജയിൽ ചാടി കടന്നതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം റിട്ടയർഡ് SP സുഭാഷ് ബാബു ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഇത്തരം സജ്ജീകരണങ്ങളും അതിസുരക്ഷയുമുള്ള ഇത്തരത്തിലുള്ള സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ കൊടും കുറ്റവാളി ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. സുരക്ഷാ ഫെൻസിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസ് അടക്കം അവിടെ തകരാറിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. 1:15 ഇയാൾ ചാടിക്കഴിഞ്ഞിട്ട് 7 മണിയോടെയാണ് മറ്റുള്ള ഉദ്യോഗസ്ഥരടക്കം അറിഞ്ഞത് എന്നുള്ള വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അതീവ സുരക്ഷാ വീഴ്ചയാണെന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ജയിലിന്റെ മതിലിന്റെ ഹൈറ്റ് തന്നെ ഒരു സാധാരണ മനുഷ്യന് ഒരു രീതിയിൽ കയറി മുകളിലെത്താൻ സാധ്യമല്ല. പിന്നെ മുകളിൽ കയറി കയറോ തുണിയോ എന്തോ കെട്ടിയതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അവിടെ കെട്ടണമെങ്കിൽ ഈ വ്യക്തി അവിടെ ആരെങ്കിലും സഹായം അവിടെ എത്തണ്ടേ? അവിടെ എങ്ങനെ ഒരു കൈയുള്ള ആള് അതിന്റെ മുകളിൽ കയറി ഇത് കെട്ടിയിട്ട് പിന്നെ അവിടെ കയറാൻ പറ്റും? അവിടെ നിന്ന് കയറി കെട്ടാൻ പോയാൽ പിന്നെ അവിടെ നിന്ന് ചാടിയാൽ പോരെ. അപ്പൊ അത് വേറെ ആരുടെയെങ്കിലും സഹായത്തോടുകൂടി അത് കെട്ടപ്പെട്ടിട്ടുണ്ടാവും. അത് പുറമേ നിന്ന് ആരെങ്കിലും സഹായത്തിനുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ഇവിടെ നിന്ന് കയറി അവിടെ ചെന്ന് കെട്ടി ഇതേ തൂങ്ങി അവിടെ കയറി പോകാന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം അവിടെ വരെ കയറാൻ പറ്റിയ അത് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവിടെ ഇലക്ട്രിക് ഫെൻസ് ആണ് മുകളിലുള്ളത്. ഇലക്ട്രിക് ഫെൻസിൽ അതിനകത്ത് കറണ്ട് ഇല്ലായിരുന്നു. അത് തകരാറിലായിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ അതിൽ മുഴുവനൊക്കെ പൂപ്പലും പിടിച്ച് പായലും ഒക്കെ പിടിച്ചിരിക്കുന്നു. മഴയാണ്, അവിടെ നനഞ്ഞിട്ടുള്ളതാണ് സാഹചര്യങ്ങളുള്ളത്. അപ്പൊ അതൊക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പിടിച്ച് അവിടെ കയറി പോകാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ വളരെ ദുരൂഹമാണ്. അപ്പൊ എന്തായാലും ശരി, അതിന് കെട്ടി കയർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തൂങ്ങി കയറാനുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടാവും. കാരണം അദ്ദേഹം ട്രെയിനിൽ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ട്രെയിനിൽ തന്നെ മാറി കയറുന്നു. അത്രയൊക്കെ വൈദഗ്ധ്യമുള്ള ആളാണ്. ഒരു കൈ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന് സാധിച്ചേക്കാം. എന്നാലും അവിടെ കയറി ഇത് കെട്ടണ്ടേ? കയറി കെട്ടി കൊടുക്കുന്ന ആരാണ്? അപ്പൊ പുറമേ നിന്ന് ആരെങ്കിലും അവിടെ നിന്ന് മുകളിൽ കെട്ടിയിട്ട് താഴോട്ട് സൗകര്യം ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ വരെ കയറിയിട്ട് ഇത് കെട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് വേറെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട്. പിന്നെ ജയിലിനകത്ത് ഇദ്ദേഹം ഒരു സെല്ലിൽ 2 പേരാണെന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല. അതിനകത്ത് അഴി മുറിച്ചില്ലെന്നൊക്കെ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. അത് ഉണ്ടെങ്കിൽ പോലും അവിടെ കൂടെയുള്ള ഒരു സഹോദരനുണ്ടാകേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ ഒരാളെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ഈ സെല്ല് എന്ന് പറയുന്ന അതീവ സുരക്ഷ ഉള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്ക് പിന്നെ ഇതേമാതിരി 1:15 രക്ഷപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞില്ല രാവിലെ വരെ എന്ന് അറിയുമ്പോൾ അതൊരു വീഴ്ചയാണ്. എന്തായാലും ശരി. പ്രത്യേകിച്ച് രാവിലെ ഈ ആൾക്കാരെയൊക്കെ പുറത്തിറങ്ങുന്ന അവസരത്തിൽ ഇവര് തുറന്നു കൊടുക്കണമല്ലോ സെല്ല്, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അത് 5 മണിക്ക് അറിഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ 7 മണിക്കാണ് അവരെ അവസാനം പോലീസിനെ തന്നെ വിവരം അറിയിക്കുന്നത് 7 മണിക്ക് ശേഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ അവരുടെ വീഴ്ചയായിട്ട് കണക്കാക്കാം. ഇത് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് വളരെ ഗൗരവതരമാണ്. ഇത് ഇറങ്ങിപ്പോയി മണിക്കൂറുകൾക്ക് ശേഷം 1:30 രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 4 മണിക്കൂറാണ് അദ്ദേഹത്തിന് എത്രയോ ദൂരം പോകാൻ കഴിയുന്നുണ്ട്. വെറുതെ ഇഷ്ടം പോലെ ആ സമയത്ത് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള 2 ഭാഗത്തേക്കും ട്രെയിനുകൾ ഇഷ്ടം പോലെ 4ലധികം ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹത്തിന് അതിൽ കയറി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നേക്കാം. അതിനേക്കാൾ ഉപരി
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ, ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിച്ചാല് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമല്ലോ. കാരണം ആളുകളെ സംബന്ധിച്ച് എല്ലാ മലയാളികളുടെ മനസ്സിൽ ഇയാളുടെ ഒരു ചിത്രമുണ്ട്. ഇപ്പം മുഖഭാവത്തിന് കുറെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ ആള് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വേറെ അടയാളമൊന്നും വേണ്ട, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്ത് വേഷം ധരിച്ചാലും. അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്ന അവസരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം പെട്ടെന്ന് ട്രെയിനിൽ പോയി രക്ഷപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ അവിടെ തന്നെ ഏതെങ്കിലും ഇവരുടെ സഹായിയായിട്ടുള്ള ആളുകൾ, ഇദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ ഇദ്ദേഹത്തെ താൽക്കാലികമായിട്ട് എവിടെങ്കിലും പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അന്വേഷണത്തിന്റെ ഈ പ്രഹസനങ്ങളും ഒക്കെ കഴിയുന്ന അവസരത്തിൽ പതുക്കെ സൗകര്യപ്രദമായിട്ട് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ ആ പ്രദേശത്ത് തന്നെ എവിടെങ്കിലും ആയിരിക്കാൻ ചിലപ്പോൾ താമസിക്കുന്നത്. എന്തായാലും വ്യാപകമായ അന്വേഷണത്തിന് ശേഷമേ അറിയുള്ളൂ. ഇത് അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ്. അത് ജയിലധികാരികളെ സംബന്ധിച്ചോളം സഹായികളായിട്ട് അതിനുള്ളിലെ അന്തേവാസികളും ചിലപ്പോൾ ഉണ്ടാവും. കാരണം അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കൂടുതൽ അന്തേവാസികൾ ഭരിക്കുന്ന ഒരു ജയിലായിട്ടാണ് നമ്മൾ കണ്ണൂരിനെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെ അന്തേവാസികളെ ആളുകളെങ്കിലും സഹായിച്ചു. ഇദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക സഹായം മുമ്പ് കേസിന്റെ അന്വേഷണ സമയത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേസിന്റെ വിചാരണ സമയത്തും ഒക്കെ ഒരുപാട് സഹായം സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ കേസുകൾ നടത്തിക്കാൻ വേണ്ടി ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു മാഫിയയുടെ ഭാഗമാണ് ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആസൂത്രണം ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് പൂർത്തീകരിച്ച ഒരു ദൗത്യമായിട്ടാണ് നമുക്ക് ഈ രക്ഷപ്പെടലിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് അതീവ ഗൗരവതരമാണ്, ഭയാനകമാണ്. ഈ സംവിധാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസം അമ്പയെ തകർക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം ഇത്രയും വലിയൊരു കുറ്റവാളി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞു കാണും. കൂടാതെ ഇത്തരത്തിൽ ആ സംഭവം നടന്ന ഉടനെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ലോക്കൽ പോലീസിനെ മറ്റോ അറിയിച്ചാൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സജീവമായിട്ട് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അത്തരത്തിൽ തന്നെ ഒരു കാര്യത്തിൽ പോലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും ചെയ്യാതെ 5 മണിക്ക് ശേഷമാണ് ഇത് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഇയാൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ മറ്റാളുകളുടെ കാഴ്ച ദൃഷ്ടിയിൽ വരുന്ന സ്ഥലത്തായിരിക്കാൻ വഴിയില്ല. കാരണം ഇവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. എവിടെങ്കിലും പോയി എങ്ങനെങ്കിലും ജീവിച്ചാൽ മതിയല്ലോ. അപ്പൊ എവിടെങ്കിലും പോയിട്ട് വല്ല കൂടുകളിലോ അല്ലെങ്കിൽ ഈ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഭിക്ഷക്കാരുടെ ഇടയിലോ എവിടെങ്കിലും ഒക്കെ പോയി ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി താമസിച്ചാൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാനുള്ള സമയം കൂടുതൽ കിട്ടിയിരിക്കുന്നു. കാരണം 1:15 രക്ഷപ്പെട്ട് കഴിഞ്ഞാല് അപ്പൊ അദ്ദേഹം അവിടെ നിൽക്കില്ലല്ലോ. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ആളുടെങ്കിലും ഉണ്ടാവുള്ളൂ. അദ്ദേഹം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ 10-20 മിനിറ്റ് വേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിന് ട്രെയിൻ ഇതിലേ പോകണമെന്നറിയാം. ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യഥേഷ്ടം ട്രാക്കിൽ കൂടെ പോകാനുള്ള ഒക്കെ ആവശ്യത്തിലധികം ട്രെയിനിങ് ഉള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ട്രെയിനിൽ അതുപോലെ തന്നെ ഏതാണ്ട് 10-30 കിലോമീറ്റർ സ്പീഡുള്ള ട്രെയിനിലൊക്കെ അദ്ദേഹത്തിന് ചാടിക്കയറാൻ കഴിയുന്ന വൈദഗ്ധ്യം ഉണ്ടായിരുന്നൊക്കെ അല്ലേ മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ട്രെയിനിൽ കയറി അദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞാല് അന്യ സംസ്ഥാനത്ത് എത്തുന്നതിന് ബുദ്ധിമുട്ടല്ല. അന്യ സംസ്ഥാനത്ത് എഴുതിയ ആൾ താമസിക്കാത്ത ആളെ കാണാൻ അദ്ദേഹത്തിന് ആ ഏരിയ മുഴുവൻ അറിയുന്ന ആളല്ലേ. അപ്പൊ എവിടെ ചെന്നാലും എനിക്ക് ഒളിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഇനിയിപ്പോ സഹായികളില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്നെ അറിയാം. അങ്ങനെ എവിടെങ്കിലും ഒളിത്താവളത്തിൽ പോയി താമസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വന്നേക്കാം. പിന്നെ സഹായികളുണ്ടാവും. അതിന് സാമ്പത്തിക സഹായം കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുകൾ വേറെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും തന്നെ അദ്ദേഹത്തിന്റെ സഹായികൾ അദ്ദേഹത്തിന് തൽക്കാലമായി ഒളിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലികമായ സഹായം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായും കേരള പോലീസിന് നാണക്കേടാവുന്ന പ്രശ്നമാണ് ആ അമ്മയുടെ കണ്ണീര് ഇനിയും കാണേണ്ടി വരും. കേരള ജനത ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഇയാൾ പിന്നെ പിടിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ വേണ്ടി, അല്ലേ? ഹലോ സുഭാഷ് ബാബു, തുടരാം.
അത് തീർച്ചയായിട്ടും അവർക്ക് എന്തായാലും ഭയാശങ്കകളുണ്ട്, നിരാശയുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഇത് ഭയാശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ഇങ്ങനെയും ക്രൂരകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ജയിലിലാക്കപ്പെട്ട് ജീവപര്യന്തം ശിക്ഷിച്ച് കിടക്കുന്ന ഒരു ജയിൽ പുള്ളിയെ പോലും സൂക്ഷിക്കാൻ പറ്റാത്ത സംവിധാനത്തിൽ എനിക്ക് എങ്ങനെ സംരക്ഷണം കിട്ടുമെന്നുള്ള ഒരു അമ്മയുടെയോ അവരുടെ മക്കളുടെയോ സഹോദരിമാരുടെയോ ആശങ്കകളെ നമ്മൾ ഒരിക്കലും ചെറുതാക്കി കാണാൻ പറ്റില്ല. അതിനോടുകൂടി നമ്മൾ ചേർന്ന് നിൽക്കുകയും അതിനോട് കൂടിയിട്ട് എന്താ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നല്ലാണ്ട് ഈ സാഹചര്യത്തിൽ അവരുടെ ഭീതി ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇതൊരു ഭീതിജനകമായ സാഹചര്യമാണ്. സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇനി ഞങ്ങളൊക്കെ എന്താണ് രക്ഷ? ഞങ്ങളെ രക്ഷിക്കാൻ ഇനി സംവിധാനങ്ങൾക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ഭയാശങ്കകളാണ് ഇപ്പം നമുക്ക് ഈ ആശങ്കയായിട്ട് പങ്കുവെക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും നന്ദി. സുഭാഷ് ബാബു റിട്ടയർഡ് SP ആണ്. അദ്ദേഹമാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. നിലവിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തുകയാണ് ശ്രീ റിട്ടയർഡ് SP സുഭാഷ് ബാബു. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയാണ് ജയിൽ ചാടിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. രാവിലെ സെൽ പരിശോധിക്കുന്നതിനിടെയാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ഇല്ലെന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. ജയിലിനകത്ത് അധികൃതർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സൗമ്യ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷപ്പെട്ട് കഴിയുമ്പോഴായിരുന്നു ഗോവിന്ദച്ചാമി ഇത്തരത്തിൽ ജയിൽ ചാടിയത്. ഇയാൾക്കായി നിലവിൽ ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളും പരിശോധന നടത്തുന്നുണ്ട്. CCTV അടക്കമുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചു എന്നത് തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിലും സമീപ ജില്ലകളിലുമായി ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനം വിട്ടാൽ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശ്രമകരമാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന കാര്യം. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിശോധന തന്നെയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ പുറത്തു വന്നു കഴിഞ്ഞു.